അഫാൻ എൻ്റെ മകനാണ്. പക്ഷേ എന്താണ് അവൻ ചെയ്ത കുറ്റത്തിന് അവൻ ശിക്ഷ അനുഭവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. വെഞ്ഞാറുമൂട് നടന്ന കൂട്ടക്കൊലപാതകത്തിൻ്റെ നെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. അതിനുശേഷവും വീണ്ടും വീണ്ടും നെട്ടിച്ചു കൊണ്ടിരിക്കുന്നത് അഫാൻ്റെ ഉമ്മയായ ഷെമീനയാണ്. അത് എങ്ങനെയെന്നാൽ ചോദ്യം ചെയ്യലിനെത്തിയ പോലീസുകാരോട് വീണ്ടും ഷെമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൻ കട്ടിലിൽ നിന്ന് വീണാണ് തലക്ക് പരിക്ക് പറ്റിയത് എന്നാണ്. എന്നാൽ ഒരു വീഴ്ചയിൽ ഇത്തരത്തിലുള്ള പരിക്ക് പറ്റില്ലല്ലോ എന്നുള്ള പോലീസിൻ്റെ ചോദ്യത്തിന് വീണയിടത്ത് നിന്ന് വീണ്ടും എഴുന്നേൽക്കുമ്പോൾ ഒന്നുകൂടെ വീണതുകൊണ്ടാണ് ഇത്തരത്തിൽ മുറിവ് പറ്റിയത് എന്നാണ് ഷെമീന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മറുപടി നൽകിയത്. ഇപ്പോഴും ആരോഗ്യാവസ്ഥ നല്ല നിലയിലല്ലാത്ത ഷെമീനയെ കൂടുതൽ ചോദ്യം ചെയ്യാതെ 1 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായ മറുപടി ലഭിക്കാതെ പോലീസ് മടങ്ങുകയാണ് ചെയ്തത്. അഫ്സാൻ എന്ന 13 വയസ്സുള്ള തൻ്റെ ഇളയ മകനെ പോലും കൊന്നുകളഞ്ഞ ഈ അഫാൻ എന്ന ജ്യേഷ്ഠനെ വീണ്ടും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. സ്വയം ഈ മാതാവിനെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു. കൂടാതെ കുടുംബത്തിലെ മറ്റ് 4 പേരെയും പെൺസുഹൃത്തായ ഫർസാനയെയും കൊന്നു തള്ളിയ അഫാൻ പാറ്റയെപ്പോലും കണ്ടാൽ ഭയപ്പെടുന്ന ആളാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഉമ്മ ഷെമീന. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാരണമെന്നുള്ളത് പോലീസിനും മനസ്സിലായിട്ടില്ല. ഷെമീന എന്തോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത്രയും നീചകൃത്യം ചെയ്ത ഒരു മകനെ സംരക്ഷിക്കാൻ ഈ ഉമ്മ പാടുപെടുന്നത്? ഈ വിഷയത്തിൽ ഷെമീനയും കുറ്റക്കാരിയാണെന്നുള്ള വാർത്തയും ഇതിൻ്റെ പിന്നാലെ ഉയർന്നു വരാനുള്ള പ്രധാന കാരണവും ഈ ഉമ്മയുടെ ഇത്തരത്തിലുള്ള മൊഴി നൽകലാണ്. ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ഉമ്മാക്ക് എങ്ങനെ ഇങ്ങനെ പറയാനാകും? കാരണം സ്വന്തം കുടുംബത്തെ ഒന്നടങ്കം നശിപ്പിച്ച അഫാൻ എന്ന മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റു വല്ല കാരണങ്ങളും ഉണ്ടായിരിക്കാമെന്നാണ് പലരുടെയും അഭിപ്രായം. അബ്ദുറഹീം എന്ന അഫാൻ്റെ ഉപ്പയുടെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ മകനാണെങ്കിലും അവനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും തക്കതായ ശിക്ഷ തന്നെ വാങ്ങി നൽകണമെന്നുള്ള കാര്യമാണ് ഈ ഉപ്പാക്ക് ഉണർത്താനുള്ളത്. കടബാധ്യതയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല. 15 ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടായിരുന്നു. അത് 20 വർഷത്തെ കാലാവധിക്കാണ് എടുത്തത്. എന്നാൽ 5 വർഷം കൊണ്ട് തന്നെ അത് അടച്ചു തീർക്കുവാനുള്ള അത്രയും പണം ഞാൻ നാട്ടിലേക്ക് അയച്ചിരുന്നു. പിന്നീടും കുറച്ച് ലോൺ അടച്ചു തീർക്കാനുണ്ടായി. അത് പിന്നീട് പലിശയുമായി വലിയൊരു തുകയായി മാറി എന്നിങ്ങനെയാണ് ഉപ്പയായ അബ്ദുറഹീമിനും പറയാനുള്ളത്. ആരെയും ഞെട്ടിക്കുന്നത് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയ അഫാൻ പഞ്ചപാവമാണെന്നും ഒരു പാറ്റയെപ്പോലും പേടിക്കുന്ന ആളാണെന്നും ഈ ഉമ്മ നിരന്തരം ഉണർത്തുന്നതാണ്. താൻ കട്ടിലിൽ നിന്ന് വീണാണ് പരിക്ക് പറ്റിയത് എന്നും ഈ വാക്ക് തന്നെ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഷെമി എന്ന ഈ ഉമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഫാന് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കേണ്ടതാണ്. ഒന്നില്ലെങ്കിൽ തൂക്കുമരം തന്നെ ഇവന് വാങ്ങി നൽകേണ്ടത് തന്നെ. അങ്ങനെയായിരിക്കും. അഫാൻ എൻ്റെ മകനാണ്. പക്ഷേ എന്താണ് അവൻ ചെയ്ത കുറ്റത്തിന് അവൻ ശിക്ഷ അനുഭവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് എന്താണ് ശിക്ഷിക്കുന്നത് ആ ശിക്ഷ അവന് കിട്ടണം. അതാണ് എൻ്റെ ആഗ്രഹം. അത് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നമ്മൾ ജനിച്ചു വഴി മരിക്കുന്നവരെ ജീവിക്കണം. അതിന് മുന്നോട്ട് പോയാലേ പറ്റൂ. അതിൻ്റെ ശ്രമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഭാര്യയുടെ അസുഖം ഭേദമാക്കി എടുക്കണം, ജീവിക്കണം, അത്രയേ ഉള്ളൂ. വീട് ഇതുവരെ തുറന്ന് കിട്ടിയിട്ടില്ല എനിക്ക്. അതിന് തുറന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യണം. താമസാവാനുള്ള ശ്രമം പറ്റത്തില്ല അതിനകത്ത്. കാരണം നമുക്ക് വൈവിനെ കൊണ്ട് അങ്ങോട്ട് പോയാൽ മക്കളുടെ ഓർമ്മ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.